ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇതുവരെ ബിഗ് ബോസ് കാണാൻ വലിയ താല്പര്യം കാണിക്കാതിരുന്ന ആളാണ്. കാരണം ആദ്യത്തെ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞത് ഒരു ബിഗ് ബോസ് ആയിരുന്നു. ഭയങ്കര ഓളമായിരുന്നു. ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വരുന്ന ബിഗ് ബോസ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല പൊതുവെ കാണാനായിട്ട്. ആക്ച്വലി നത്തിങ് മോർ ഇൻട്രസ്റ്റഡ് ഓൺ ദീസ് ബി ഹൗസ് നൗ. അങ്ങനെ 32ാമത്തെ എപ്പിസോഡ് വേണ്ടി വന്നു എനിക്ക് ബി ഹൗസിലേക്കൊന്ന് എത്തി നോക്കാൻ. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ട്. മോർണിംഗ് ടാസ്ക്കാണ് നടക്കുന്നത്. മോർണിംഗ് ടാസ്കിൽ അപ്സര അൻസിബ അടിയാണ് പൊതുവെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻസിബ പിണങ്ങി പോകുന്നു, മറ്റേ ടീം ആർഗ്യൂ ചെയ്യുന്നു, പണിയെടുക്കാൻ നോക്കുന്നു. അതൊക്കെയാണ് മോർണിംഗ് ടാസ്കിൽ കണ്ടുവന്നത്. പിന്നെ ഈ ക്യാമറയെ നോക്കിയുള്ള ഗദ്ഗതം പറച്ചിലുണ്ടല്ലോ, അത് പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു സേഫ് സോൺ കളിയാണ് പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബിഗ് ബോസ് തന്നെ അടിയുണ്ടാക്കാൻ ഒരു പണി കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ബി ഹൗസിൽ നിന്ന് ആരെ കൂടെ കൂട്ടും എന്നുള്ളതിനെ പറ്റി ഒരു റീസൺ പറയണമല്ലോ. അങ്ങനെ അവർ പറയുന്നതിൽ ഏറ്റവും പ്രശ്നം വന്നത് സിബിനും ഋഷിയും തമ്മിലുള്ള. അപ്പോൾ തന്നെ എനിക്കും കാര്യം മനസ്സിലായി, അടുത്ത അടിക്കുള്ള ഒരു ഹോപ്പ് അവിടെ തന്നെ ഉണ്ടെന്ന്. ഋഷിക്ക് നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ടെന്ന് അതിൽ നിന്ന് നന്നായിട്ട് വ്യക്തമായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പുമായിരുന്നു. ഒരു Q&A നടക്കുന്നു. ആ ഷോയിൽ ടീം തണൽ വിജയിക്കുന്നു. ആക്ച്വലി പൊളൈറ്റായ ഒരാളെ ഇതിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ബി ഹൗസ് റിലേറ്റഡ് ചോദ്യങ്ങൾ ബി കൊടുത്ത് അവരെ തന്നെ വിലയിരുത്തിപ്പിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ സിംഗക്കുട്ടിയുടെ കരച്ചിൽ, കുത്തിത്തിരിപ്പുകൾ, കലക്കി വിടുന്നു ഗൈസ്, ബിഗ് ബോസ് തന്നെ എല്ലാം കലക്കി വിടുന്നു ഗൈസ്, ആശ്വസിപ്പിക്കൽ നടക്കുന്നു, ഓരോ ടീംസും മാറി. ഒരു പ്രധാന കോമഡി ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ്റെ മോഡറേറ്റർ പരിപാടി, സിബിൻ്റെയും ഋഷിയുടെയും അടിയെ മോഡറേറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നീട് ഗബ്രിയുടെ മുന്നിലെ കരഞ്ഞു പറച്ചിൽ കാണുമ്പോൾ എന്താണിത് ബോൾഡായിട്ട് നിന്നിട്ട് വീക്കായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ബിഗ് ബോസ് അവസാനിക്കുന്നത് നന്ദനയിലൂടെ. ഗുഡ് നൈറ്റ് ഗൈസ്, ഞാൻ പോണേണ് ഗൈസ്, നാളെ കാണാം.